ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. രാവിലെ കുടുമോള് ഇപ്പോൾ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് നടക്കത്തില്ല. ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ലേറ്റ് ആകും. അപ്പോൾ കുഞ്ഞിപ്പോൾ സെക്കൻഡ് റൗണ്ട് ഉറങ്ങുന്നു. അത് കാരണം മോൾക്കിപ്പോൾ പുറത്തോട്ട് വരാൻ പറ്റില്ല. അതിന് കുട്ടിയും കുഞ്ഞും ഉച്ച കഴിഞ്ഞ് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉച്ചയായി. ഞാനും മീരയും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവിടെ അടുത്തൊരമ്മ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയി എനിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അവിടുത്തെ ക്രാബ് സൂപ്പൊക്കെ ഭയങ്കര ചെട്ടനാട് സ്റ്റൈൽ ഫുഡാണ് ഇവിടെ കൂടുതലും. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് മീര പറഞ്ഞ് മീരയും കൂടി വരാം. ഇവിടെ ഇപ്പോൾ ലഞ്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അമുദയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അനുക്കുട്ടിക്കൊക്കെ ഉള്ളത് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഞങ്ങളൊരു സ്പെഷ്യൽ ലഞ്ച് കഴിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് സുന്ദരി സിൽസിലൊന്ന് പോകണം. വീണ്ടും സാരി പർച്ചേസിങ്. എനിക്ക് വയ്യ, എനിക്ക് തലയ്ക്ക് പ്രാധാന്യം റീസോ ഇനി സിൽക്ക് സാരീസോ വാങ്ങാനായിട്ടൊരു ടെൻഡൻസി. ഓക്കെ, അപ്പോൾ ഇറങ്ങാൻ എന്തായാലും. ഇതാരാണ്? ഹലോ, പോയിട്ട് വരട്ടോ. വാസ്കു വാസ്കു ബൈ. എടേ വാസ്കു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടുതലും ചെട്ടനാടല്ലേ ഐറ്റം? ചെട്ടനാട് ടൈപ്പ് ഓഫ് മേക്കിംഗ് ആണ്. തമിഴ്നാട് മോഡൽ. യെസ്. അമ്മ എല്ലായിടത്തും MGRൻ്റെ പിക്ചർ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ വന്ന ആൾക്കാരെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഹൗസ്ഫുൾ. സീറ്റ് കിടക്കും. താഴത്തെ ഫ്ലോറ് ഫുള്ള്. ക്രാബൊന്നും വേണ്ട. ക്രാബ് വേണ്ട. നെയ്മീനൊന്നും വേണ്ട. നമുക്ക് അവിടെ ഇല്ലാത്ത കാര്യങ്ങൾ വേണ്ട. അതൊന്നും വേണ്ട. എനിക്കൊരു നോൺ വെജ് താലിയിൽ എന്തൊക്കെ ഉണ്ടാവും? ഒള്ളി ഗ്രേവി. ഒരു പ്രോൺ സൂപ്പ് പറയാം. പിന്നെന്താ വേണം? നോൺ വെജ് മീൽസ് പ്ലസ് നമ്മൾ ക്രാബ് സൂപ്പാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആണെന്ന് പറയാം. ഏറ്റവും ഫേമസ് എന്ന് പറയാൻ പറ്റില്ല, വേറെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ക്രാബ് സൂപ്പ് ഭയങ്കര സംഭവമാണ്. അത്യാവശ്യം തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. താഴെ ഫുള്ളാണ്. ഇലയുണ്ട്, വാഴയില. ഇത് MGRആയിട്ട് കണക്ഷനുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണെന്നാണ് പറയുന്നത്. അവരുടെ വീട്ടിൽ ഷെഫായിരുന്ന ആളാണ് തുടങ്ങിയതെന്ന് പറയുന്നു. MGRൻ്റെ അമ്മയുടെ അത് ആ ഒരു ബഹുമാനത്തിലാണ് അമ്മ റെസ്റ്റോറൻ്റ് എന്നും പേരെന്നും പറയുന്നില്ല. കറക്റ്റ് ഒത്തൻറ്റിസിറ്റി എനിക്കറിയില്ല, ഇങ്ങനെ കേട്ടറിവാണ്. വെജ്. ഇത് അതിൻ്റെ കൂടെ കുറച്ച് കാര്യം. ക്രാബ് സൂപ്പ്. ഇവിടെ പാർസൽ മേടിക്കുമ്പോൾ ഒരുപാട് കിട്ടും അല്ലേ ക്രാബ് സൂപ്പ്? എനിക്കോട് ഇതിന്റെ കൂടെ വരുന്നതാണോ ഈ ക്രാബ് സൂപ്പ്? നോൺ വെജ് താലിയുടെ കൂടെ വരുന്നതാ അതോ സെപ്പറേറ്റ് വരുന്നതാ ക്രാബ് സൂപ്പ്? ഓർഡർ വെച്ച്. ഓക്കെ ഓർഡർ ചെയ്തോണ്ട് വന്നതാണ്. ഓക്കെ ഫൈൻ. ഇതെല്ലാം ഓക്കെ പ്ലെയിൻ സൂപ്പ് വരും. എല്ലാം പൊന്നിയാതി ചോറ് തന്നെ ആയിരിക്കും അല്ലേ? റൈസ് വൈറ്റ് ആണല്ലോ. മീര വെജ് പറഞ്ഞു. പക്ഷെ ഇതിപ്പോ നോൺ വെജ്, അത് വെജ്. ഓക്കെ, അത് വെജാണ്. പക്ഷെ ഇനി കുറച്ച് കാര്യങ്ങൾ വരാനുണ്ട്. ഇതാണ് നോൺ വെജ് സൂപ്പിന്റെ കൂടെ വരുന്ന ക്ലിയർ സൂപ്പ് പോലെ. ഇത് മട്ടണൊക്കെ ആയിരിക്കും സാധാ. ഇത് നമ്മൾ എക്സ്ട്രാ ഓർഡർ ചെയ്ത് കിട്ടിയതാണ് ക്രാബ് സൂപ്പ്. ക്രാബ് സൂപ്പ്. നല്ല അടിപൊളി സ്പൈസിയാണ് ഈ ക്രാബ് സൂപ്പ്. നല്ല കുരുമുളകിൻ്റെ എല്ലാം ടേസ്റ്റ്. ഈ അങ്ങനെയല്ലേ പറയുന്നത് മീരെ? പനിയൊക്കെ ആണെങ്കിൽ തൊണ്ടവേന, പനി, ത്രോട്ടിന് ഭയങ്കര നല്ലതാണ് അല്ലേ? നല്ല പൊന്നിയരി ചോറ്. ഇത് ഗ്രേവി. ഇവര് നോൺ വെജ് മീലെന്ന് പറഞ്ഞാൽ പീസസ് ഒന്നും തരില്ല കേട്ടോ. അതിൻ്റെ ഗ്രേവിയൊക്കെയാണ്. അയ്യോ. അപ്പം നമ്മൾ സെപ്പറേറ്റ് വേണമെങ്കിൽ ഓർഡർ കൊടുക്കും. മട്ടൺ ചുക്കയും കൂടി ഓർഡർ ചെയ്തു. പക്ഷേ ക്വാണ്ടിറ്റി വൈസ് കുറവാണ് അല്ലേ കമ്പാരിറ്റ്. നമ്മൾ പാർസൽ വാങ്ങിക്കാണെങ്കിൽ കൂടുതൽ കിട്ടാറുണ്ട്. മട്ടൺ ചുക്ക വെരി നൈസ്. ഇവിടെ തിരക്കോടെ തിരക്ക്. സിൻസ് 1983 MGRൻ്റെ ഒക്കെ പടം വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ തുടങ്ങിയതല്ലേ? യെസ്, അതാണ് MGRൻ്റെ വീട്ടിലെ ഷെഫായിരുന്നു എന്ന് പറയുന്നത്. അമ്മ റെസ്റ്റോറൻറ്റിൽ നിന്നും തിരിച്ച് തിരക്കുണ്ട്. പുറത്തിരിക്കുന്ന ആൾക്കാർ വെയിറ്റിംഗ്. ഇതാണ് ടെമ്പിൾ അല്ലേ? പത്മാവതി അമ്മ ടെമ്പിൾ.
തായർ ടെമ്പിൾ എന്നാണ്. പത്മാവതി അമ്മാവാറു ടെമ്പിൾ. യെസ്, ശ്രീ പത്മാവതി തായർ. ഓക്കെ, തായർ ടെമ്പിൾ ഇതവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അല്ലേ? തിരുപ്പതി ടെമ്പിൾ പോലെ. തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ കീഴിലാണ് ഈ ടെമ്പിൾ. ഓക്കെ ഓക്കെ. തിരുപ്പതി, തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ ആണ്. ഓക്കെ, ശ്രീ പത്മാവതി തായർ ടെമ്പിൾ. ട്രസ്റ്റിന്റെ അടിയിൽ, ഫ്ലൈ ഓവേഴ്സിന്റെ അടിയിൽ പാർക്കിംഗ് മാത്രമല്ല കടയുണ്ട്. ഇങ്ങനെയാണല്ലേ കട? ഡിഫറെൻ്റ് അല്ലേ? ഇവിടെ കുറേ സിൽക്ക് സാരീസ് ഭയങ്കര രസമുള്ള കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഫോട്ടോഗ്രാഫി അങ്ങനെ അവർ അലൗ ചെയ്യുന്ന സ്ഥലമല്ല. എങ്കിലും നമ്മൾ എടുത്ത സാരി കാണിക്കാമല്ലോ. ഇതാണ് ബാന്തിനിയാണ്. 2 ഞാൻ എടുത്തു. 6,500. ഇതാണ് ഒരെണ്ണം. ഓറഞ്ച്, ഒരു ലൈറ്റ് ആൻഡ് ഭയങ്കര ഭംഗിയ പക്ഷേ ബോഡി. ഇതിനി നിങ്ങൾ റോൾ ചെയ്ത് തരും അല്ലേ? റോൾ പോളിഷ് ഇവിടെ തന്നെ റോൾ പോളിഷ് ചെയ്ത് തരും. ബിക്കോസ് അതിങ്ങനെ ഇങ്ങനെ ബാന്തിനി ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, കെട്ട് പോലെ. ഇത് ജയ്പൂർ എന്ന് പറയുന്ന സിൽക്കാണ്, ബാന്തിനി സിൽക്ക്. ദിസ് ഈസ് ഗ്രീൻ ആൻഡ് ബ്ലൂ, മൾട്ടി കളർ. ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ വരും, ഇടയ്ക്കിടയ്ക്ക് ബ്ലൂ വരും. പിന്നെ ഉണ്ട് കുറേ കളക്ഷൻ ഉണ്ട് ഇവിടെ, പക്ഷെ എല്ലാം വാങ്ങിക്കാൻ നോക്കില്ലല്ലോ. എനിക്കെല്ലാം ഇഷ്ടമായി. ഓക്കെ, വിൽ ടേക്ക് ദിസ് ടു. ഓക്കെ, ആൻഡ് ബ്ലൗസ് ഉണ്ട് അല്ലേ? അതുകൂടി അതിൽ കട്ട് ഗ്രീൻ ബ്ലൗസ്. അപ്പോൾ അത് കൂടെ കട്ട് ചെയ്ത് ഓക്കെ പോളിഷ് ചെയ്തിട്ട് കട്ട് ചെയ്യാം അല്ലേ? 3 days വേണമാ? ഇപ്പം കിടക്കാതെ ഇത് പോളിഷ് ചെയ്തിട്ട് തരും, പക്ഷേ നമ്മളിനി അയച്ചു തരുള്ളൂ. 3 ദിവസം എടുക്കും. ഓക്കെ, ആൻഡ് പോളിഷ് ഇവിടെ ആണല്ലോ. ലെങ്ത് ഒക്കെ കറക്റ്റ് അപ്പോഴേ വരുള്ളൂ. ഇപ്പോൾ ഇതിങ്ങനെ ചുരുങ്ങിയല്ലേ ഇരിക്കുന്നത്. ബ്യൂട്ടിഫുൾ വൈബ്രൻറ്റ് കളേഴ്സാണ് കേട്ടോ എല്ലാം. ഒരു രക്ഷയില്ല. ഇതിപ്പോൾ ഗ്രീനും ബ്ലൂവും. എന്നത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിങ്ക് ആൻഡ് ഓറഞ്ച്, റോയൽ ബ്ലൂ, പീകോക്ക് ബ്ലൂ, ഗ്രീൻ, ഭയങ്കര കളക്ഷനാണ്. ഓക്കെ, ഇവിടെ എല്ലാ ടൈപ്പ് സാരീസും ഉണ്ട്. ജൂട്ട് സിൽക്ക്, ചന്തേരി സിൽക്ക്, അടിപൊളി. ബ്രൊക്കേഡുള്ള ടൈപ്പ് ജോർജറ്റ് ഞാനിപ്പോൾ ഒരു 3-4 എടുക്കുന്നു. നോട്ട് വെരി കോസ്റ്റ്ലി. എല്ലാം ഉണ്ട്. സെമി ക്രീം എല്ലാം ബഡ്ജറ്റിലും കിട്ടും. ഇതിൻ്റെ എത്ര കളേഴ്സ്! ഇത് ആക്ച്വലി ഗ്രീനാണ്, പക്ഷേ ഇതിൽ ബ്ലൂ പോലെ കാണുന്നു. ബ്രൊക്കേഡ് ടൈപ്പ് ജോർജറ്റ്. എന്ത് ഭംഗിയുള്ള സാരീസ് അതേപോലെ ഇവിടെ. സുന്ദരി സിൽക്സ്, അടിപൊളി കളക്ഷൻ. അങ്ങനെ സുന്ദരി സിൽക്സ് നിന്നും ഇറങ്ങുന്നു. ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഇത് നല്ല ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഷോപ്പിംഗ്. കുറേ പൈസ പോയി, അത് വേറെ കാര്യം. ഹയഗ്രീവ വൈദ്യരാജമഠം, രാഘവേന്ദ്ര മഠ്, ഇതെല്ലാം ഇവിടുത്തെ മഠങ്ങളാണ്. മഠങ്ങൾ. യെസ്. വീണ്ടും നമ്മൾ രാമകൃഷ്ണ മിഷൻ്റെ ഫ്രണ്ടിൽ കൂടി പോടും. സെയിം റോഡ്. ഗീതം ഹോം. ഇന്ന് പക്ഷേ മൊത്തത്തിൽ ഒരു സൺഡേ മൂഡുണ്ട് കേട്ടോ. റോഡിൽ തിരക്കൊന്നുമില്ല. ബാസ്കു മേലെ. അപ്പോൾ ബാസ്കു മേലെ നമ്മൾ പടിയേറി മേളിൽ പോകാം. ഓളം അനിപ്പട്ടി മേലെയുണ്ട്. മേലെ എന്ന് വെച്ചാൽ മേളത്തെ തന്നെ. അപ്പോൾ ടിവിയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ബാസ്കു ഇവിടെ ഇരിക്കും. ഹലോ, അയ്യോ അനു ഡാൻസ് കയറുന്നത് ഇവിടെ. മോളെ, മോളെ, അയ്യോ ചക്കര കുട്ടി, അയ്യോ വരാൻ വേണ്ടി കിടന്ന് പിടിക്കുന്നു. അയ്യോടാ ചക്കരെ. വീണ്ടും പുറത്തേക്ക് ഇറങ്ങും. അയ്യോ വാസ്കു, വാസ്കു എന്ന് പറ്റി? ഭയങ്കര ഓവർ. Vasco, come here. എൻ്റെ അടുത്ത് പോലെ കമ്പനിയാ വാസ്കോ. ഇപ്പോൾ ഇരുട്ടായെങ്കിലും സമയം 6 മണി ആയിട്ടുള്ളൂ. ഇത് ഈ റോഡ് ചെന്ന് ഇറങ്ങുന്ന ടി നഗറിലേക്ക് തന്നെ. അവരെല്ലാം ബാഗെല്ലാം എടുത്തിട്ടിരിക്കണു, പെട്ടെന്ന് വരും. ഓക്കേ.
കണ്ടില്ലേ തിരക്ക് അയ്യോ ബിസി കടയിലേക്ക് കയറുന്നു. വരുമ്പോൾ തന്നെ ഒരു ഫ്ലോർ ചാർട്ട് തരും, ഓരോ സ്ഥലത്ത് ഏതൊക്കെ ഫ്ലോറിൽ എന്തൊക്കെയാണ്. ഓക്കെ, നമ്മൾ 5th ഫ്ലോറിലേക്ക് പോകാം. അതാണ് ഷിഫോൺ സാരിക്കൊക്കെ അല്ലേ? ഭയങ്കര ലാഭം. ഇതെല്ലാം 250 രൂപയുള്ളൂ ഷിഫോൺ സാരിക്ക്. ഓ മൈ ഗോഡ്, ഭയങ്കര ലാഭം. വയ്യ, സെക്ഷനായിട്ട് തന്നെ വീടിലും പരിപാടിയായി. പ്ലെയിൻ സാരീസ് 680, 750 അത്രയൊക്കെ ഉള്ളൂ. വേറെ ഇത് കളർ ബ്രൊക്കേഡ്. ഇത് അഗൈൻ സാരീസ്, ഫാൻസി സാരീസ്. ഇതൊക്കെ എന്താ വില? ബോക്സിൽ എൻ്റെ അമ്മേ മനോഹരമായ വർക്കുള്ള സാരി. എന്ത് വില മീരെ? അല്ല, ഇത് 4 ആയിരിക്കില്ല. ഇത് എല്ലാം ഒരേ വിലയുള്ള സാധനങ്ങൾ. 630 അത്രേ ഉള്ളൂ ഇതിനൊക്കെ. 630. എനിക്ക് വയ്യ. ഇതൊക്കെ 660 രൂപയേ ഉള്ളൂ. സോ നൈസ്. ഭയങ്കര ലാഭം തന്നെ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇവിടുത്തെ സാരി പല മൾട്ടി കളറ്. ഇവിടുത്തെ ഏതാണ്ട് സൂറത്തിൽ പോയതുപോലുണ്ട് സാരി വാങ്ങിക്കാൻ. അത്രയും ലാഭം തോന്നുന്നു. പുറത്തെ തിരക്കിൻ്റെ രഹസ്യം മനസ്സിലായില്ലേ? ഭയങ്കര ലാഭം എന്ന് വെച്ചാൽ ഭയങ്കര ലാഭം. എല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, വിലയും റേഞ്ചും ഒക്കെ എഴുതിയിട്ടിട്ടുണ്ട്. പല കാറ്റഗറി എല്ലാം ഉണ്ട്. ഇതൊക്കെ നോക്കി 275 മുതൽ 450 കാറ്റഗറി. ജൂട്ട് സിൽക്ക് ഒക്കെ അറിയില്ല ദൈവം എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും. ഓ ലാഭം. 250 ആയിരിക്കും വിത്ത് ബ്ലൗസ് പോരാത്തതിന്. സെന്തൂര സിൽക്ക് 850 താഴെ. 800, 610 to 800. ഇവിടുത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ലിഫ്റ്റിൻ്റെ അവിടുത്തെ ക്യൂ കാണിച്ചു തരാം. 5ാമത്തെ നില കയറാൻ നോക്കുക. ഫാൻസി ഐറ്റംസ് മേളിൽ മാലാകമ്പതൊക്കെ 5ാമത്തെ ഫ്ലോറിൽ നിവർത്തിയില്ല. ഇത് നാളെ രാവിലെ വല്ല വരാൻ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാണ്ഡ്യ സ്റ്റോഴ്സിൽ പോലെ ഇനി ആ വളാമാല കമ്മലിൻ്റെ അവിടെ ചെന്നാൽ ഇതിൻ്റെ അപ്പുറമായിരിക്കുമല്ലേ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ. ഈ ശരവണ സ്റ്റോഴ്സിന്റെ ഓണർ ഒരു സിനിമ നടനാണ്. അദ്ദേഹത്തിന്റെ മൂവീസിലെ പാട്ടുകളാണ് ലെജൻഡ് ശരവണൻ. വന്നു ഒരു ഘട്ടം ആൾക്കാർ ഇറങ്ങി, അടുത്തൊരു സെറ്റ് ആൾക്കാർ കയറുന്നു. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് റോഡ് സൈഡിൽ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പല ടൈപ്പ് ഓഫ് പൂക്കൾ, മുല്ല, പിച്ചി, കുടമുല്ല എല്ലാം കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ. മേടിക്കും, ഇവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് പൂക്കൾ വയ്ക്കണം. ആ റോഡിൻ്റെ തിരക്ക് നോക്കുന്നത് ഇത് ശരിക്കും 40% ഭാഗത്താണ് പ്രോപ്പറായിട്ട് രാത്രി കാഴ്ച, സൺഡേ കാഴ്ച. റോഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ച. അതായത് നമ്മുടെ നാട്ടിലെ ചക്ക വിൽക്കാൻ വെച്ചിരിക്കുന്നു, പഴുത്ത ചക്ക. കാഞ്ചീപുരം പച്ചയ്യപ്പ സിൽക്സ് എന്തൊക്കെയാണോ ദൈവമേ. രാംരാജ് കോട്ടന്റെ വലിയ ഷോറൂം നോക്കുന്നു. മഹാലക്ഷ്മി അത് അടുത്ത കട. ഓ നോക്കൂ, ആൽച്ചുവട്ടിൽ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നത്. ഇവിടെ ആൽച്ചുവടുണ്ട്, അടിപൊളി. നല്ല വീതിയുള്ള ഫുട്പാത്തും കൊള്ളാം. മെക്ഡൊണാൾഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ട്രഡീഷണൽ ആൻഡ് ബോത്ത് മോഡേൺ കാര്യങ്ങൾ. ഇത് നല്ലൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. 2 സൈഡിലും കടകൾ. തിരക്ക് പിടിച്ച സ്ട്രീറ്റ്. നമ്മൾ റോഡിൻ്റെ ഈ സൈഡിലൂടെ നടക്കുന്നു. ഓപ്പോസിറ്റ് സൈഡ് നല്ല വീതിയുള്ള ഫുട്പാത്ത്. ഇഷ്ടംപോലെ ബൈക്കുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഫുട്പാത്തിൽ തന്നെ. ജാഗറി, ഡ്രൈ ഫ്രൂട്ട്സ് ബോക്സ്, പേപ്പർ സ്വീറ്റ്. ആന്ധ്രാക്കാരുടെ ഫേമസ് ആണ് പേപ്പർ സ്വീറ്റ്. ഇത് ഒരെണ്ണം എടുത്തപ്പോ 130. ഓക്കെ, ഇതിൻ്റെ സാമ്പിൾ എടുക്കുന്നത്. ഇത് കാരാബൂന്തിയുടെ സ്വീറ്റ്. ഇത് എന്താ പറയാ, ചില്ലി ആൻഡ് ഗാർലിക്.
ഇഡ്ഡലിപ്പൊടി ഇതിൽ നെയ്യോ എണ്ണയോ ചേർത്തിട്ട് അല്ല ഇത് നെയ്യ് കൂട്ട് റൈസിൽ ഓയിലോ ഇട്ട് റൈസ് കൂട്ടി കഴിക്കണം. ഓക്കെ, അരിയിൽ ചോറിലിട്ട് കഴിക്കണം അല്ലേ? റൈസ് 400 rupees. ചെറിയ കടയാണ്, പക്ഷെ കുറേ വ്യത്യസ്തമായ ഐറ്റംസ്. യെസ്, താങ്ക് യു. ഇതെല്ലാം മേടിച്ച് കൂട്ടിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. വീട്ടിൽ ചെന്നിട്ട് ഇതെല്ലാം ഒന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, ഞാൻ ഇടയ്ക്ക് സ്റ്റക്കായി ഇവിടെ സാധനം വാങ്ങിക്കൊണ്ട് നിന്നു. ഞാൻ അവരോട് കയറിക്കൊള്ളാം. ഞാൻ ആനന്ദ ഭവനിലേക്ക് അവർ കയറി. യെസ്, അവിടെ തിരക്കായിരിക്കല്ലേ, വെളിയിൽ നിൽക്കുന്നു. ഈ ഞാൻ മേടിച്ചിട്ട് ഒന്നോട് സ്ഥലമുണ്ടോ ഇരിക്കാൻ? നമുക്ക് സീറ്റ് കിട്ടി ഫൈനലി. യെസ്, സീറ്റ് കിട്ടി. ബോണ്ട സൂപ്പാണ് കോഫി. എനിക്കറിയില്ല ഇവിടുത്തെ ബോണ്ട സൂപ്പ് നല്ലതായിരിക്കും. വീര പറഞ്ഞ സ്ഥിതിക്ക് ആ സ്വീറ്റൊക്കെ മാറ്റിയിട്ടാണ് കഴിക്കുന്നത് അല്ലെ? ആ ഷുഗർ സിറപ്പ് കുറയും, അങ്ങനെയാണ് കഴിക്കുന്നത്. അതിനൊരു സ്പൂണും കൂടെ അല്ലല്ല ഇരുന്നോട്ടെ. സ്പോഞ്ചിൽ നിന്ന് അതിന്റെ ഷുഗർ സിറപ്പ് പ്രസ് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കണം. ദിസ് ഇസ് ദ ന്യൂ മെത്തേഡ് ഓഫ് ഈറ്റിംഗ് റസ്ഗുള. കൊടു ഇവിടെ പാല് കുടിച്ച് കിടക്കുന്നു. ഇതാണോ പൊടി ദോശ? പൊടി നോക്കട്ടെ അകത്തെ. അമ്മോ എല്ലാം കൂടെ താഴെ പോയി. പൊടി ദോശ നോക്കിയതാണ്, പൊടിയെല്ലാം കൂടെ താഴെ കിടക്കുന്നു. ഇത് ഇവിടുത്തെ പൊടി ദോശ. കുറേ ചമ്മന്തീസ് ഉണ്ട്, കളക്ഷൻ ആൻഡ് സാമ്പാർ. ഓക്കെ, കൊള്ളാം. പക്ഷെ ഭയങ്കര ക്രിസ്പി അല്ല, ക്രിസ്പി ടൈപ്പ് അല്ല. ഉഴുന്നുവട, ബോണ്ട ഷേപ്പിലെ ഉഴുന്നുവട. ബോണ്ടെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഉണ്ട ഷേപ്പിലെ ഉഴുന്നുവട. ബോണ്ട സൂപ്പ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഉഴുന്നുവട ബോണ്ടയുടെ ഷേപ്പിൽ വന്നു. ഓക്കെ, നമ്മുടെ പൊടി ദോശ അങ്ങനെ പോണു. ഇനി അനുകുട്ടി എന്താ പറഞ്ഞിരിക്കുന്നത്? 14 ഇഡ്ഡലി അല്ലേ? ബട്ടൺ ഇഡ്ഡലി. എണ്ണം 14, പക്ഷെ ബട്ടർ ഇഡ്ഡലി സാമ്പാർ. ദഹി പൂരി കൊള്ളാം, ടേസ്റ്റി. കുടുംബം ഇതിന്റെ കാൽ ഭാഗം. പതിനാല് ഇഡ്ഡലി. ആരും തെറ്റിദ്ധരിക്കരുത്, കുഞ്ഞിഡ്ഡലി, കോയിൻ പോലത്തെ ഇഡ്ഡലി, കോയിൻ ഇഡ്ഡലി. അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ ആനന്ദ് ഭവൻ. അനുവിന്റെ ആഗ്രഹപ്രകാരമാണ് ഇവിടെ വന്ന് സ്വീറ്റ്സ് ഒക്കെ കഴിച്ചു. ഓ, എന്ത് തിരക്കല്ലേ റോഡിൽ ഇപ്പോഴും ഭയങ്കര. യെസ്, അങ്ങനെ ഇന്നത്തെ പര്യടനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. അങ്ങനെ നല്ലൊരു ദിവസം, ചെന്നൈ ഡേയ്സ്. ഓക്കെ, നൈറ്റ് ഔട്ടിങ്ങും കഴിഞ്ഞു. ഇനി എന്താ, ഇനിയൊക്കെ ഡ്രസ്സൊക്കെ മാറിയൊന്നും മേലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. വൈകുന്നേരം ഒന്നുകൂടി ഒന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം ഇനി ബാസ്കുവിൻ്റെ കൂടെ ഒരു കളിയൊക്കെ ഉണ്ട്. മൂക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങും.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് നിഷ്മിന വ്ളോഗ്സ്. ലവ് യു.